ഗുജറാത്ത് എന്ന സംസ്ഥാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും തട്ടകമായിരിക്കാം, BJPയുടെ ഈറ്റില്ലമായിരിക്കാം എന്ന് കരുതി തോന്നിയ പോലെ ചെയ്യാൻ ഇത് വെള്ളരിക്ക പട്ടണമല്ല എന്ന വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി. അതായത് പ്രകോപനപരമായ ഒരു ഗാനം എഡിറ്റ് ചെയ്ത ശേഷം അത് സമൂഹ മാധ്യമം വഴി പ്രചരിപ്പിച്ചു എന്നൊരു സംഭവത്തിൽ കോൺഗ്രസ് MP-ക്ക് അനുകൂല നിലപാടുമായിട്ട് സുപ്രീം കോടതി ഞെട്ടിച്ചിരിക്കുകയാണ് ഗുജറാത്തിനെ. വീഡിയോ പോസ്റ്റ് ചെയ്തതിന് കോൺഗ്രസ് രാജ്യസഭാ അംഗം ഇമ്രാൻ പ്രതാപ് ഗർഹിക്കെതിരെ കേസെടുത്ത ഗുജറാത്ത് പോലീസിനോട് സുപ്രീം കോടതി വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. FIR റദ്ദാക്കണമെന്ന പ്രതാപ് ഗർഹി MP-യുടെ ഹർജി തള്ളിയ ഗുജറാത്ത് ഹൈക്കോടതിയെയും സുപ്രീം കോടതി അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുന്നു. ഹൈക്കോടതിക്ക് പോലും ഗാനത്തിന്റെ അർത്ഥം മനസ്സിലായില്ല എന്നായിരുന്നു സുപ്രീം കോടതി ചോദിച്ചത്. ജസ്റ്റിസുമാരായ അഭയ് സോക്കെ, ഉജ്ജൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ കേസ് നിരീക്ഷിച്ചത്. ആത്യന്തികമായി ഇതൊരു കവിതയാണെന്ന് പറഞ്ഞു തുടങ്ങിയ സുപ്രീം കോടതി ഇതൊരു മതത്തിനും എതിരല്ല, ആരെങ്കിലും അക്രമത്തിൽ ഏർപ്പെട്ടാലും നമ്മൾ അക്രമത്തിൽ ഏർപ്പെടില്ല എന്ന് ഈ കവിത പരോക്ഷമായി പറയുന്നു. അതാണ് ഈ കവിത നൽകുന്ന സന്ദേശം. ഇതൊരു പ്രത്യേക സമൂഹത്തിനും എതിരല്ലെന്നും ഗുജറാത്ത് സർക്കാരിനും ഗുജറാത്ത് ഹൈക്കോടതിക്കും സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. ഹർജി തള്ളിയ ഹൈക്കോടതി ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് പ്രതാപ് ഗർഹിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലും സുപ്രീം കോടതിയിൽ വാദിച്ചു. ഹർജിയിൽ മറുപടി നൽകാൻ സംസ്ഥാന അഭിഭാഷകൻ സമയം തേടിയതിനെ തുടർന്ന് കേസ് 3 ആഴ്ചത്തേക്ക് മാറ്റിവെക്കുന്നതായി സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്തു. അതായത് ഗുജറാത്തിലെ ജാംനഗറിൽ നടന്ന ഒരു സമൂഹ വിവാഹ ചടങ്ങിനിടെയായിരുന്നു ഈ പ്രകോപനപരമായ ഗാനം എന്ന് പറയുന്നത് ആലപിച്ചത്. BJP ഉണ്ടാക്കിയ ഒരു കഥയാണ് ഈ പ്രകോപനപരം എന്നുള്ളത്. വിവാദമായ വീഡിയോ പ്രതാപ് ഗർഹി തൻ്റെ എക്സ് പേജിലും പങ്കുവച്ചിരുന്നു. പിന്നാലെ പ്രതാപ് ഗർഹി MP-ക്കെതിരെ ഗുജറാത്ത് പോലീസ് കേസെടുക്കുകയായിരുന്നു. കോൺഗ്രസിന്റെ ന്യൂനപക്ഷ സെല്ലിന്റെ ദേശീയ ചെയർമാനായ പ്രതാപ് ഗർഹി MP-ക്കെതിരെ ഭാരതീയ ശിക്ഷാ നിയമത്തിലെ 196, 197 വകുപ്പുകൾ പ്രകാരമായിരുന്നു ഗുജറാത്ത് പോലീസ് കേസെടുത്തത്. ഗാനത്തിലെ വരികൾ പ്രകോപനപരവും ദേശീയ ഐക്യത്തിന് ഹാനികരവും മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതുമൊക്കെയാണെന്നാണ് ഗുജറാത്ത് പോലീസിന്റെ FIR-ൽ പറയുന്നത്. ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാൾ എന്തു പറഞ്ഞാലും എന്തു പാടിയാലും അത് തെറ്റായി പോകുന്ന ഒരു കാലമായി BJP മാറ്റിയിരിക്കുന്നു. ഏതായാലും പ്രതികാരം തലക്ക് പിടിച്ച ഗുജറാത്തിലെ എല്ലാ സംവിധാനങ്ങൾക്കും ഇതൊരു പ്രശ്നമായി തോന്നിയിട്ടുണ്ടെങ്കിലും രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരിക്കുന്നു. അതോടെ BJP സർക്കാർ നാണം കെട്ടു എന്ന് തന്നെ പറയാം. BJP നേതൃത്വത്തിന്റെ വാക്കും കേട്ട് ഏതെങ്കിലും സംവിധാനം പകവീട്ടുന്നുണ്ടെങ്കിൽ അവയ്ക്കു കൂടിയുള്ള മുഖത്തേറ്റടിയാണ് സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ്. കോൺഗ്രസിനെയും കോൺഗ്രസ് നേതാക്കളെയും തകർത്തില്ലാതാക്കാൻ വേണ്ടി BJP-ക്കാർ കണ്ടെത്തുന്നൊരു സംസ്ഥാനമായി ഗുജറാത്ത് മാറുകയും കേസും കോടതിയും ഗുജറാത്തിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തപ്പോൾ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനു കൂടി നൽകിയ താക്കീതാണ് ഇത്. രാഹുൽ ഗാന്ധിയുടെ മോദി പരാമർശം നമുക്കറിയാം. ആ പരാമർശം കർണാടകത്തിൽ നടന്നപ്പോൾ അതും കേസായതും കോടതി കയറിയതും ഗുജറാത്തിലായിരുന്നു എന്നത് ഈ അവസരത്തിൽ നമ്മൾ ഓർത്തുപോവുകയാണ്. ഏതായാലും ആവിഷ്കാര സ്വാതന്ത്ര്യം നശിപ്പിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നുള്ള വ്യക്തമായ സൂചനയാണ് സുപ്രീം കോടതി ഇവിടെ നൽകിയിരിക്കുന്നത്.